ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2003 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിങ്ങിന് ഭയങ്കര ഡ്രോപ്പ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്തിട്ട് മറ്റേ വണ്ടി നമ്മൾ കാല് കൊടുത്ത് പോയാലും വണ്ടി ഒരു 80-ന് മേലെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സഡൻ പിക്കപ്പ് ഒന്നുമില്ല. നമുക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഗിയർ ചേഞ്ച് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ ഒരു കയറ്റത്ത് നിർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു ജെർക്കിങ്ങും അതുപോലെ തന്നെ പുള്ളിങ്ങിന് ഭയങ്കര കുറവ്. ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കണം. ഏത് ചെറിയൊരു കയറ്റമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിൻ്റെ ക്ലച്ചാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്മോക്ക്, ഹെവി ബ്ലാക്ക് സ്മോക്കും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ കസ്റ്റമർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പമ്പ് ഒന്ന് അഡ്വാൻസ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ റേഷ്യോ കറക്റ്റ് ആവാതെ ആകുമ്പോഴാണ് ഈ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് പുറത്ത് തള്ളുന്നത്. സ്റ്റഡിയല്ല ഫ്രണ്ട് എടുക്കും. എയർ ഫിൽറ്റർ റേഷ്യോ കറക്റ്റ് ആകാതിരിക്കുമ്പോഴാണ് ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് പുറത്തുവരാം. അപ്പോൾ അത് നമുക്ക് പമ്പിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഇഷ്യൂ ഇതാണ്, ബ്ലാക്ക് സ്മോക്കും അതുപോലെ തന്നെ പുള്ളിങ് പ്രോബ്ലം, അതുപോലെ വണ്ടി എടുക്കുമ്പോഴൊരു ജെർക്കിങ്. ഇതാണ് കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് അറസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻജിൻ മൗണ്ടും അതുപോലെ തന്നെ ക്ലച്ച് സെറ്റും എന്തായാലും മാറണം. ബാക്കി പാർട്സുകൾ നമുക്ക് പൊക്കിയിട്ട് എന്താ കംപ്ലയിൻ്റ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതും കൂടെ ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഈ ബോഡി വൈബ്രേഷൻ വരുന്ന സ്റ്റാർ ജോയിൻ്റൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡി വൈബ്രേഷൻ ഹെവി ആയിട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് പിടിക്കുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡ് ലൂസ് ആകുമ്പോൾ അതൊരു വൈബ്രേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. എന്തായാലും അഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. പോളിസിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫോഗ് ലാമ്പ് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ക്ലച്ച് സെറ്റ് കാര്യങ്ങൾ, എഞ്ചിൻ മൗണ്ട് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ഇട്ടിരിക്കുന്ന ലൂക്കിൻ്റെയാണ്. ഇതാണ് ഇപ്പോൾ പഴയ ക്ലച്ച്. എന്ന് വെച്ചാൽ ക്ലച്ച് ഹാർഡും പുള്ളിങ്ങിൻ്റെ പ്രശ്നമാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അത് നമ്മൾ ക്ലച്ച് പ്രഷർ പ്ലേറ്റാണ്, അത് ഫിംഗർ മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുമ്പോൾ നമുക്ക് പുത്തന്മാരി ഇരിക്കുന്നുണ്ട്, എന്നാലും കാലപ്പഴക്കം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റ്നെസ് ഇതിനകത്ത് വന്നത്. പിന്നെ നമ്മൾ എൻജിൻ മൗണ്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും എന്താ വെച്ചാൽ വണ്ടി വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും നമ്മൾ ഇതിനകത്ത് മാറി. ഗിയർ ബോക്സ് മൗണ്ടൊക്കെ ഇതുണ്ടല്ലേ, ഇടയിലൊരു ബുഷൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും മാറ്റിയിട്ടുണ്ട്. ഈ സൈഡിലെ കാലിപ്പർ നമ്മൾ മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ കാലിപ്പർ ഈ സൈഡ് പിസ്റ്റൺ സ്റ്റക്കാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ യൂസർ നമ്മുടെ കയ്യിൽ ഒരെണ്ണം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ആ കാലിപ്പർ അസംബ്ലി ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൗണ്ട് രണ്ടും കുത്തിനിട്ടിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വണ്ടി നീറ്റ് തന്നെയാണ്. ചെറിയ ചെറിയ വർക്കുകളാണ് ഉണ്ടായിരുന്നത്. അത് ഫുള്ള് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ പുള്ളിങ്ങിൻ്റെ പ്രശ്നം എത്രത്തോളം സോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ കോളിസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് എണിച്ചു പോകുന്ന ഒരു ഫീല് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. കണ്ടല്ലേ, അത്യാവശ്യം നല്ല പുള്ളിങ് ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ചിലാണ് മെയിനായിട്ട് കോളിസിന് പുള്ളിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ എയർ ഫിൽറ്റർ റേഷ്യോ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം കംപ്ലയിൻറ്റ് തന്നെ വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമുക്ക് പുള്ളിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെ ഉണ്ട്. നമ്മൾ 4th ഗിയറിലാണ് പോകുന്നത്. അത്യാവശ്യം കാല് കൊടുക്കുമ്പോൾ അങ്ങനെ കയറി അങ്ങ് പോകുന്നുണ്ടല്ലേ, നല്ലവണ്ണം കയറുന്നുണ്ട്. നേരത്തെ എങ്ങനെയല്ല, നേരത്തെ 80-ൽ എത്താൻ തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു. വണ്ടി അങ്ങനെ മുക്കിയിട്ടാണ് വണ്ടി നീങ്ങുന്നത് തന്നെ. എന്താ പറയുക, തള്ളിയിട്ടാണ് നീങ്ങുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കാല് കൊടുത്ത സഡൻ പിക്കപ്പ് നമുക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. നേരത്തെ ഓടിച്ച് നോക്കുമ്പോൾ മാറ്റിയല്ലേ. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ 80 ഇങ്ങനെ മുട്ടും അങ്ങനെ അങ്ങ് പോകുന്നു മാത്രം. ഇപ്പോൾ സെക്കൻഡിൽ തന്നെ നമുക്ക് നല്ലൊരു ടോർക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന കസ്റ്റമർക്ക് ബ്ലാക്ക് സ്മോക്കാണ്. ബ്ലാക്ക് സ്മോക്ക് ഇപ്പോൾ ഒരു തരിയില്ല. നമ്മൾ പമ്പിൽ ജസ്റ്റ് ഒരു ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് സ്മോക്കും പൂർണ്ണമായിട്ട് അറസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്ററും പക്ക അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് ഫുള്ളായിട്ട് തീർന്നായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഹബിന് ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. അത് മൊത്തം കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും വണ്ടി ഇപ്പോൾ പക്ക ഓക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോറ്
ഹിഞ്ചസുകൾ എല്ലാം ലൂബ് ചെയ്യണം. അതുപോലെ ഡിക്കി നല്ലവണ്ണം ഒരു കിറുക്ക് കിറുക്ക് കിറുക്കുന്നുള്ളൊരു സൗണ്ട് നല്ലവണ്ണം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതും ഒന്ന് ക്ലിയർ ചെയ്യണം. ഒന്നുമില്ല, അത് ഗ്രീസ് ചെയ്താൽ മതി. ഗ്രീസ് ചെയ്താൽ തന്നെ ആ സൗണ്ട് നിൽക്കും. എപ്പോഴും ക്വാളിസിൽ മെയിനായിട്ട് ഈ ലോങ് ബോഡി ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ ആഞ്ചുമ്പോഴൊക്കെ ഡിക്കിയിൽ കിറുക്ക് 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 കിറുക്കുന്നൊരു സൗണ്ട് ഉണ്ടാവും. അത് എപ്പോഴും ലൂബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാൽ തന്നെ ആ സൗണ്ട് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. പിന്നെ എ സിയുടെ കൂളിംഗ് കുറച്ച് കുറവുണ്ട്, അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എ സിയുടെ ഫ്ലോയും കുറവുണ്ട്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ വെൻറ്റിൽ ഫ്ലോ വരുന്നേ ഇല്ല, അത് ഏതോ വഴി ഡ്രോപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്റ്റ് ഒന്ന് നോക്കിയിട്ട് അതും ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ അത്രയും വർക്കാണ് പെൻഡിങ് ഉള്ളത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്. വണ്ടി ഇപ്പോൾ മെക്കാനിക്കൽ മെയിൻ ഇഷ്യൂ ആയിട്ട് വന്ന വണ്ടി പക്ക ക്ലിയർ, കംപ്ലൈൻറ്റ് പക്ക സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർക്ക് ഓടിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ ക്ലച്ച് പെഡലും പുതിയ ക്ലച്ച് ഇട്ടതുകൊണ്ട് നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ചവിട്ടിയാൽ മതി. നമുക്ക് ലോങ് യാത്രയ്ക്കൊക്കെ ഭയങ്കര സുഖമായിരിക്കും. എന്താ വെച്ചാൽ കൂടുതൽ നമ്മൾ ഈ സ്റ്റിയറിങ്, ക്ലച്ച് ഇങ്ങനെയുള്ള കാര്യമായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കും കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുപോലെ ക്ലച്ചും അതുപോലെ തന്നെ മെയിൻ ഇതാണ്, എന്താ വെച്ചാൽ ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ് യാത്രയ്ക്കൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. ചവിട്ടി 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 കാലൊക്കെ ഒരു വിധം പോകും. എല്ലാ പാർട്സും നന്നായിരിക്കണം, എന്നാൽ തന്നെ വണ്ടി ഓടിക്കാൻ സുഖമുള്ളൂ എന്നാലും പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.